ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ കാലമായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യത്തിൻ്റെ ഒരു പുറകെയാണ്, ഞാൻ ഓട്ടത്തിലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാനതങ്ങ് പറയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലേഡീസ് കളക്ഷൻസിൻ്റെ പോലെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കിഡ്സ് കളക്ഷനും ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ലേഡീസ് കളക്ഷന് വേണ്ടി തന്നെ ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് നമുക്ക് ഒരു റൂമും കൂടി കിട്ടിയപ്പോൾ നമ്മൾ കിഡ്സ് കളക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു കുറേ കാലം. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഈ വീഡിയോ ഇടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ റൂം എടുത്തിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കളക്ഷൻസ് നമുക്ക് ലേഡീസ് കളക്ഷൻസ് പോലെയല്ലല്ലോ. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, ഏത് ഏജ് വരെയൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെയുള്ളൊരു കാര്യത്തിൻ്റെ ഒരു വലിയൊരു ഭയങ്കര ഒരു പ്രോസസ്സായിരുന്നു ഈ സംഭവം ഇവിടം വരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോൻ്റെ നമ്മുടെ കളക്ഷൻസിൻ്റെ ഓവറോൾ ഒരു ഐഡിയ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നിലവിൽ ന്യൂ ബോൺ തൊട്ട് ഒരു 5 ഇയർ വരെ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 ഇയർ എന്ന് പറഞ്ഞാൽ ചില പ്രൊഡക്ട്സിലൊക്കെ നമുക്ക് 10 to 11 ഒക്കെ ഉണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് കുറേ പ്രൊഡക്റ്റുകളെല്ലാം 5 ഇയർ വരെയാണ്. അപ്പം അതിന് മേലത്തേക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഒരു 5 ഇയർ വരെ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. കാരണം അത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാരണം നമ്മുടെ പോലെ ML XL എന്ന് പറഞ്ഞൊരു സൈസല്ല. ഓരോന്നിനും ഓരോ കാറ്റഗറിയും. ചിലത് 0 to 6, 6 to 12 അങ്ങനെ 6 മാസം ഗ്യാപ്പിൽ, ചിലത് 2 ഇയർ ഗ്യാപ്പിൽ വരുന്ന ഐറ്റംസ്. അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് സൈസ് വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് നമ്മളിങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേഡീസ് കളക്ഷൻ്റെ തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഓൺലൈനിൽ വീട്ടിൽ വെച്ച് തുടങ്ങിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് നേരെ ഷോപ്പിലേക്ക് കൊണ്ടുപോയിക്കാണ് നമ്മൾ ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ എന്തൊക്കെ കൊണ്ടുവരണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ ആലോചിച്ച് ഓരോന്ന് പറക്കി വെച്ചാണ് നമ്മൾ ഒരു കട സെറ്റപ്പ് ആക്കി എടുത്തത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. ഒന്നാമത് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളായിരുന്നു. ഇപ്പോഴും കൊച്ചിനെ കൊണ്ട് എനിക്ക് ഒന്നാമത് ഇങ്ങനെ എടുക്കുന്ന കളക്ഷൻസ് എനിക്ക് കണ്ടെടുത്താലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ പ്രൊഡക്ട്സ് മറ്റു പിള്ളേർക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി വേണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് ഓരോ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റുമ്പോൾ നോക്കിയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നത്. അത് തന്നെയാണ് ഇത്രയും ടൈം എടുത്തത് നമുക്ക് ഈ ഒരു കട തുടങ്ങാനായിട്ട്. അപ്പോൾ ദൈവസഹായം കൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് കടയ്ക്ക് ഇനോഗ്രേഷൻ അങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടായില്ല. കാരണം ഓൾറെഡി നമ്മൾ ലേഡീസിൻ്റെ കട തുറന്നപ്പോൾ നമ്മളൊരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അത് കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇനാഗ്രേഷൻ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു. അത് കാരണം ഞങ്ങൾ തന്നെ, ഹസ്ബൻഡാണ് ജസ്റ്റ് ഒരു നാട കട്ട് ചെയ്ത് കയറണം എന്നുള്ളൊരിതുകൊണ്ട് ഒരു സമയമൊക്കെ നോക്കിയിട്ട് ഒന്ന് നാട കട്ട് ചെയ്ത് ഞങ്ങളങ്ങ് കയറിയല്ലാണ്. പ്രത്യേകിച്ച് വേറെ വലിയ സംഭവങ്ങളായിട്ടൊന്നും നമ്മൾ ചെയ്തില്ല. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രോ, ഒരു ഓവറോൾ ഐഡിയ കാണിക്കാം. ഞാൻ പറഞ്ഞു ന്യൂ ബോൺ ഉണ്ട്. ന്യൂ ബോൺ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട എല്ലാ ഐറ്റംസ്, ജബലാസ്, ബാത്ത് ടവൽ, റിസീവിങ് ടവല്, അതുമാതിരി തന്നെ സ്വാഡിൽ, അതിനകത്തേക്ക് വേണ്ട ചെറിയ ആക്സസറീസ്, നമുക്കിപ്പം നെയിൽ കട്ടർ, അങ്ങനെയുള്ള എല്ലാ ആക്സസറീസും വെച്ചിട്ടുള്ള ഹോസ്പിറ്റൽ കിറ്റ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ആക്സസറീസ് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ബാപ്റ്റിസം സെറ്റ്, അതായത് ആ ഒരു ബാപ്റ്റിസത്തിന് വേണ്ട, കൊച്ചിന് വേണ്ട എല്ലാ സാധനങ്ങളും, ഇങ്ങനെ തലയിൽ വയ്ക്കുന്ന ടിയാര, അങ്ങനെ ക്യാൻഡിലൊക്കെ ഉള്ള ഒരു സെറ്റ്. അതുപോലെ തന്നെ പിന്നെ എല്ലാ ചെറിയ പിള്ളേർക്ക് വേണ്ട ഡ്രസ്സ് തൊട്ട് ഒരു 5 വയസ്സ് വരെയുള്ള, അപ്പോൾ 1 വയസ്സിലൊക്കെ വരുന്ന പിള്ളേരുടെ ബർത്ത്ഡേക്ക് ഇടുന്ന നല്ല കോട്ട് സൂട്ടൊക്കെ ഉള്ള പോലത്തെ ഡ്രസ്സ്. അതുപോലെ പിള്ളേരുടെ ഗേൾസിൻ്റെ നല്ല രസമുള്ള ഫ്രോക്കുകൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഓരോ ദിവസം വീഡിയോസിൽ കാണിക്കാം. അതുപോലെ തന്നെ ക്രിസ്മസ് കളക്ഷൻ, പിന്നെ നമ്മൾ ഷോപ്പിൽ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് അയച്ചു തരിക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമില്ല. കാരണം അതൊക്കെ പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അത് ഷോപ്പിൽ വന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഉദ്ദേശമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതൊക്കെ ഞാനൊരു ഓവറോൾ ഐഡിയാസ് കാണിച്ചു തരാം കേട്ടോ.
നമ്മുടെ കിഡ്സിൻ്റെ കളക്ഷൻസ് കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ കാണാൻ പാകത്തിന് ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ബോക്സിലാണ് കേട്ടോ. കിഡ്സിന് വേണ്ട ടോയ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി ന്യൂ ബോണിൻ്റെ ബെഡുകൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. മറ്റേ ഹിമാലയയുടെ പ്രോഡക്റ്റ്സ് അങ്ങനെയുണ്ട്. ഇതാണ് ക്രിസ്മസ് കളക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് പൊട്ടുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓൺലൈൻ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അത് ഇച്ചിരി പാടാണ്. നമുക്ക് ഷോപ്പിൽ വന്ന് എടുക്കുന്നവർക്ക് എടുക്കാം. ഇതാണ് ഒരു ഓവറോൾ ഐഡിയ കേട്ടോ. കിഡ്സും കൂടി ഉൾപ്പെടുത്തുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കൂടി പ്രോപ്പറായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡെയിലി വരുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോസ് ആയിരിക്കും. ഇപ്പം മറ്റേത് നോർമൽ ലേഡീസിൻ്റെ കുർത്തീസ് പോലെ എനിക്ക് വേറെ ഇത് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിച്ച് കാണിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കൂടി കൃത്യമായിട്ട് ഇടുന്നതാണ്. അപ്പം യൂട്യൂബിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്തും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ക്രിസ്മസ് കളക്ഷൻസ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് കളക്ഷൻ്റെ പ്രൊഡക്റ്റ് എല്ലാം ഓൺ മാനുഫാക്ചറിങ്ങിൽ ഉള്ള കേരളത്തിലുള്ള ഓൺ മാനുഫാക്ചറിങ്ങിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പോയി കളക്ട് ചെയ്ത സാധനമാണ്. ക്വാളിറ്റിയുടെ കേസിൽ അടിപൊളി ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ക്വാളിറ്റിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ അത്രയും കണ്ട് നോക്കി മേടിച്ച ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു 3-4 ഐറ്റംസാണ് ഈ വീഡിയോയിൽ ഇൻട്രോ എന്നുള്ള നിലയ്ക്ക് കാണിക്കുന്നത്. ഒരുപാട് ക്രിസ്മസ് കളക്ഷൻസ് പിള്ളേരുടെ ഇനിയും കാണിക്കാൻ കിടക്കുന്നുണ്ട്. അത് ഇതേ തുടർന്ന് പുറകെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് കളക്ഷൻ കാണിക്കാം. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഇത് കാണിക്കാത്തതുകൊണ്ട് വളരെ സിമ്പിളാണ് കാണിക്കാനായിട്ട്. ഫസ്റ്റ് വൺ നല്ലൊരു റെഡ് കളറാണ്. ഇതിൻ്റെ ക്ലോത്ത് ഒരു ബനിയൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബനിയനാണ് കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതൊരു ബനിയനും ഇതിൻ്റെ പുറകിൽ ഒരു സ്കേർട്ടാണ്, നെറ്റിൻ്റെ പോലത്തെ സ്കേർട്ടാണ് വൈറ്റ് കളറിൽ ഒരു ബോയൊക്കെ വെച്ച് അടിപൊളി സാധനമാണ്. ഇതിന് ഫസ്റ്റ് ലെയർ ഒരു നെറ്റ്, പിന്നെ സെക്കൻഡ് ലെയർ വീണ്ടും ഒരു ക്രേപ്പിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയൽ, അതിൻ്റെ താഴെ കോട്ടൻ്റെ ഒരു ഇത്, അങ്ങനെ 3 ലെയറിലാണ് വരുന്നത് കേട്ടോ. നല്ല രസമുള്ള ഒരു ക്രിസ്മസ് കളക്ഷനാണ് വരുന്നത്. ഇത് സൈസ് ചാർട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. സൈസ് പ്രൈസൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. കാരണം ഇതിന് ഓരോന്നിനും ഓരോ സൈസ് ചാർട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കളക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥിരം മേടിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ മക്കൾക്കൊക്കെ ഇനി ധൈര്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കാം. നമ്മളെല്ലാ രീതിയിലും എല്ലാ കളക്ഷൻസും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് വല്ല ഡാൻസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ആനിവേഴ്സറി ഫങ്ഷൻസിനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരേപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് നേരത്തെ പറഞ്ഞാൽ നമുക്ക് അതും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അത് നേരത്തെ കൂട്ടി പറയണം, എന്നാലേ നമുക്കറിയാം. നമ്മൾ അങ്ങനെ ഷോപ്പിൽ കളക്ഷൻസ് അങ്ങനെ ഒരുപാട് ഒരു ഐറ്റത്തിൻ്റെ ഒരേപോലത്തെ പല സൈസുകൾ നമ്മൾ കൊണ്ടുപോയിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി വരുന്നത് ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇതും ക്രിസ്മസ് കളക്ഷനിൽ വരുന്നത്. ഇത് ബോയ്സിന് എന്നുള്ള രീതിക്കാണ് ഇത്, പക്ഷേ യൂണിസെക്സ് പോലെയാണ്. നമുക്ക് 2 കൂട്ടർക്കും ഇത് ഇടാവുന്നതാണ് കേട്ടോ. പിള്ളേരുടെ ഒട്ടുമിക്കതും അങ്ങനെ തന്നെയാണ്. ജീൻസൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരുപാട് സർപ്ലസ് കളക്ഷൻസ് വരുന്നുണ്ട്. അതായത് മാളിലൊക്കെ നമ്മൾ വലിയ ഷോപ്പിൽ വരുന്ന ശരിക്കുള്ള ബ്രാൻഡഡ് H&M, സാറ അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കാം. നമ്മൾ നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് റെഡ് കളറിലെ ഒരു ടീഷർട്ട്. അതിൻ്റെ തന്നെ സെയിം വൈറ്റ് കളർ കേട്ടോ. നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല ക്ലോത്താണ്. ഇനി വരുന്നത് ഇതൊരു സ്കേർട്ട് ഫ്രോക്ക് പോലെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓരോ ലെയറായിട്ടാണ് ഈ സൈസ് വരുന്നത്. ഇത് നമുക്ക് ഇച്ചിരി ചെറുതായി കഴിഞ്ഞാൽ നമുക്കിതൊരു ടോപ്പ് പോലെ പിന്നീട് യൂസ് ചെയ്യാം. താഴത്തേക്ക് ഒരു സ്കേർട്ട് വെച്ചിട്ട് നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇച്ചിരി ചെറുതായെന്ന് വെച്ചിട്ട് ലെങ്ത്തൊക്കെ കുറഞ്ഞ് പോയാലത്തെ കേസാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈ ചെയ്ത് കെട്ടുന്നതാണ്, ഷോൾഡർ ടൈയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വലുതായാലും അത് പിന്നീട് ഇങ്ങനെ സ്കേർട്ടും ടോപ്പായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഫ്രോക്കാണ് കേട്ടോ. ശരിക്കും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇത് റെഡ് കളറാണ്. ഇതിൻ്റെ തന്നെ സെയിം വൈറ്റ് കളർ വരുന്നുണ്ട്. മെറ്റീരിയലൊക്കെ ഭയങ്കര സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. അല്ല, ഇവിടെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.
നല്ല ഭംഗിയാണ്. വൈറ്റ് കളറിൽ ഈ റെഡും റെഡ് കളറിൽ വൈറ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസാണ്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നമ്മുടെ കുർത്തീസ് പോലെ തന്നെ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. സൈസസ് ഞാനിതിൽ മെൻഷൻ ചെയ്ത സൈസുകളാണ് ഉള്ളത്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും സൈസുകൾ വ്യത്യാസമുണ്ടാവും. ആ സൈസ് വെച്ചിട്ട് വേണം നമ്മളോട് എൻക്വയറി ചോദിക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് കുർത്തീസിന് തന്നിരുന്ന ഒരു സപ്പോർട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കിഡ്സിൻ്റെ കളക്ഷൻസിനും ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ കിഡ്സ് കളക്ഷൻ നമ്മൾ ഒരു എന്താ പറയുക ഷോപ്പിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് കൂടുതലും ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാലും നമ്മൾ ഒട്ടുമിക്ക എല്ലാ കളക്ഷൻസും ഓൺലൈനിലും കാണിക്കുന്നതാണ് കേട്ടോ. കാരണം കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡ്രസ്സുകൾ പിള്ളേർക്ക് ഇട്ട് നോക്കാനോ അല്ലെങ്കിൽ വേറെ ഇത് എടുക്കാനൊക്കെ സൈസൊക്കെ ഒരു ചെറിയ എത്ര പറഞ്ഞാലും ഓരോ ബ്രാൻഡിനും ചെറിയ ചെറിയ സൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലത് 16, 18, 20, 22 അങ്ങനെ സൈസാണ് മെൻഷൻ ചെയ്യുന്നത്. ചിലത് 0 to 1, 1 to 2 അങ്ങനെ പറഞ്ഞുള്ള സൈസാണ്. ചിലത് 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സൈസാണ് നമ്മൾ പറയുക. നിങ്ങൾ നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അതെന്തായാലും ഇപ്പോൾ നടന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യട്ടോ. അതിനകത്ത് നമ്മൾ ഫോട്ടോസൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി വീഡിയോന് പുറമേ ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നിട്ട വീഡിയോസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഒരു ഇതിൽ കാണിച്ച് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാച്ചാ.